നിങ്ങൾ ആകർഷകമായ സ്ത്രീകളാണെന്ന 11 അടയാളങ്ങൾ. സൗന്ദര്യത്തിൻ്റെയും പൂർണ്ണതയുടെയും ആദർശങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മെ ആക്രമിക്കുന്ന ഒരു ലോകത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആകർഷകനാണെന്നതിൻ്റെ അടയാളങ്ങൾ അവഗണിക്കുന്നത് എളുപ്പമാണ്. ആകർഷണീയത എന്നത് സാമൂഹിക രൂപങ്ങളുമായി പൊരുത്തപ്പെടൽ മാത്രമല്ല, അത് ആത്മവിശ്വാസം, കരിഷ്മ, നിങ്ങൾ സ്വയം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നിവയെക്കുറിച്ചാണ്. മറ്റുള്ളവരെ ആകർഷിക്കുന്ന ശാരീരികവും വൈകാരികവും മാനസികവുമായ സ്വഭാവ സവിശേഷതകളുടെ സംയോജനമാണ് യഥാർത്ഥ ആകർഷണം. നിങ്ങൾ ആകർഷകനാണെന്നതിൻ്റെ 11 അടയാളങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. 1. നിങ്ങൾ ആത്മവിശ്വാസം പ്രസരിപ്പിക്കുന്നു. നിങ്ങൾ ആകർഷകനാണെന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ അടയാളങ്ങളിലൊന്ന് നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. അത് പൊങ്ങച്ചമോ അഹങ്കാരമോ അല്ല, മറിച്ച് നിങ്ങൾ മൂല്യമുള്ളവരാണെന്ന് ആത്മാർത്ഥമായി അറിയലാണ്. നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് തോൾ പുറകോട്ട് പിടിച്ച് ഊഷ്മളമായ പുഞ്ചിരിയോടെ ഒരു മുറിയിലേക്ക് നടക്കുമ്പോൾ ആത്മവിശ്വാസം കാന്തികമാണ്. ആത്മവിശ്വാസം എന്നത് കാഴ്ചയിൽ മാത്രമല്ല, ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ്. ആ വികാരത്തെ നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് കാണിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ പലപ്പോഴും കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്നു, കാരണം അവർ ചെറുത്തു നിൽക്കാൻ പ്രയാസമുള്ള ഊർജത്തെ ഒഴിവാക്കുന്നു. സ്വന്തം ചർമ്മത്തിൽ ആത്മവിശ്വാസം ഉള്ളവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ശരീരഭാഷ, സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭയമില്ലാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധതയിലോ പ്രകടമായേക്കാം. നിങ്ങൾ ആകർഷകനാണെന്നതിൻ്റെ വ്യക്തമായ അടയാളത്തിലേക്ക് ആത്മവിശ്വാസം പ്രസരിപ്പിക്കുക. നിനക്ക് ഒരു മികച്ച ഫാഷൻ അനുഭവമുണ്ട്. നിങ്ങളുടെ ഫാഷൻ ബോധം നിങ്ങളുടെ ആകർഷണീയതയുടെ ഒരു പ്രധാന സൂചകമാണ്. ആകർഷണീയമായിരിക്കുക എന്നത് ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോ അല്ലെങ്കിൽ എല്ലാ ഫാഷൻ ട്രെൻഡുകൾ പിന്തുടരുന്നതിനോ അല്ല, മറിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു നല്ല കറുത്ത വസ്ത്രമോ കാഷ്വൽ ജോഡി ജീൻസോ ആകട്ടെ, നിങ്ങളുടെ ശരീരാകൃതിയെ ആഹ്ലാദിപ്പിക്കുന്നതും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതുമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീക്ഷ്ണമായ കണ്ണുണ്ട്. ഏത് രൂപവും അനായാസമായും ഭംഗിയായും നിങ്ങളുടെ ശൈലി പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രൂപഭാവത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്നു എന്ന് കാണിക്കുന്നു. അവസരത്തിനായി വസ്ത്രധാരണത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിലും അനായാസമായി ശ്രദ്ധ ആകർഷിക്കുകയാണെങ്കിലും നിങ്ങളുടെ ശൈലി നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വികാസമാണ്. നിങ്ങൾ ഒരു മുറിയിൽ കയറുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്ത് ധരിക്കുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ ധരിക്കുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ശൈലി നിങ്ങൾ ആകർഷകനാണെന്നതിൻ്റെ അടയാളമാണെങ്കിൽ അത് ആളുകൾ ആരാധിക്കുന്ന ഒന്നാണ്. ആളുകൾ പലപ്പോഴും നിങ്ങളുടെ രൂപത്തെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ രൂപഭാവത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നിങ്ങളെ ആകർഷകമായി കാണുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഈ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ പുഞ്ചിരിയെക്കുറിച്ചോ മുടിയെക്കുറിച്ചോ മൊത്തത്തിലുള്ള രൂപത്തെക്കുറിച്ചോ ആകാം. നിങ്ങൾ എത്ര സുന്ദരിയാണെന്ന് ആളുകൾ നിങ്ങളോട് പറയാൻ പോകുമ്പോൾ അത് അവർ ആത്മാർത്ഥമായി പറയുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഈ അഭിനന്ദനങ്ങൾ ശൂന്യമായ വാക്കുകളല്ല, ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ അവ പ്രതിഫലിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ അഭിനന്ദനങ്ങളെ നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കൂടുതൽ പറയുന്നത്. നിങ്ങൾ എത്രമാത്രം ആകർഷകനാണെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണമെന്നില്ല. അത് അഭിനന്ദനങ്ങളെ കൂടുതൽ ആത്മാർത്ഥമാക്കുന്നു. ആളുകൾ ഒരു കാരണവുമില്ലാതെ അഭിനന്ദനങ്ങൾ കൈമാറുന്നില്ല.
നിങ്ങൾ എത്ര മനോഹരമായി കാണപ്പെടുന്നുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര അമ്പരിപ്പിക്കുന്നുവെന്നോ മറ്റുള്ളവർ പലപ്പോഴും അഭിപ്രായപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നിങ്ങൾ ആകർഷകനാണെന്നതിൻ്റെ ഉറപ്പായ അടയാളമാണ്. നിങ്ങൾക്ക് ഒരു കാന്തിക വ്യക്തിത്വമുണ്ട്. ആകർഷണം എന്നത് ശാരീരിക രൂപത്തെ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തെയും കുറിച്ചാണ്. ഒരു കാന്തിക വ്യക്തിത്വം ആളുകളെ നിങ്ങളുടെ ചുറ്റുപാടിലാകാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ ഊഷ്മളമായി സമീപിക്കാവുന്നതും ഇടപഴകുന്നതും ആളുകൾക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ സുഖകരമാവാം. ഒരു സംഭാഷണം എങ്ങനെ ആരംഭിക്കണമെന്ന് നിങ്ങൾക്കറിയാം. അത് രസകരമായി നിലനിർത്തുകയും മറ്റുള്ളവരെ കേൾക്കുകയും വിലമതിക്കുകയും ചെയ്യുക. നിങ്ങളെ നന്നായി അറിയാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്കുണ്ട്. ഒരു കാന്തിക വ്യക്തിത്വം പലപ്പോഴും ശരീര സൗന്ദര്യത്തേക്കാൾ ശക്തമാണ്. കാരണം അത് ശാശ്വതമായ ഒരു മതിപ്പ് അവശേഷിപ്പിക്കുന്നു. ആകർഷകമായ വ്യക്തിത്വവും ആകർഷകമായ രൂപവും നിങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാന്തിക വ്യക്തിത്വത്തിൻ്റെ ഉടമയാവുന്നു. നീ നിന്റെ ശരീരത്തെ പരിപാലിക്കുക. നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുന്നത് ഊഷ്മളവും ആകർഷകവുമാകുന്നതിൻ്റെ നിർണായക ഭാഗമാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് ഒരു തികഞ്ഞ രൂപം ഉണ്ടായിരിക്കണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും നിങ്ങൾ മുൻഗണന നൽകണമെന്നാണ്. നിങ്ങൾ പ്രാധാന്യം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ സജീവമായി തുടരുക. നന്നായി ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുമ്പോൾ അത് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുകയും മുടി തിളങ്ങുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള രൂപം ആരോഗ്യം പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ലഭിക്കുന്നു. നിങ്ങൾ നടക്കുമ്പോൾ ആളുകൾ പലപ്പോഴും തലതിരിച്ച് നോക്കുകയോ സാമൂഹിക ക്രമീകരണങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാകേന്ദ്രമാകുകയോ ചെയ്യുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നിങ്ങൾ ആകർഷകനാണെന്നതിൻ്റെ സൂചനയാണ്. ഈ ശ്രദ്ധ അവളെപ്പോഴും റൊമാൻറ്റിക് ആയതുകൊണ്ടല്ല, അത് പ്ലാറ്റോണിക് ആയിരിക്കാം. നിങ്ങളെക്കുറിച്ച് അവിസ്മരണീയമായ ചിലത് ഉള്ളതിനാൽ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ ചുറ്റുമുള്ളപ്പോൾ ആളുകൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അനിഷേധ്യമായ സാന്നിധ്യമുണ്ട്. നിങ്ങൾ ഒരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ഇത് നിങ്ങളുടെ രൂപം മാത്രമല്ല, നിങ്ങൾക്കൊപ്പം കൊണ്ടുവരുന്ന ഊർജം കൂടിയാണ്. ശ്രമിക്കാതെ തന്നെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്കൊരു മാർഗമുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധ ആകർഷിക്കുന്നു. അത് നിങ്ങൾ സംസാരിക്കുന്ന രീതിയായാലും അല്ലെങ്കിൽ നിലവിലായാലും എളുപ്പത്തിൽ അവഗണിക്കാവുന്ന ഒന്നല്ല. നിങ്ങൾ ഉപേക്ഷിക്കുകയും നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും മതിപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചർമ്മത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ്. നിങ്ങളുടെ ചർമ്മത്തിൽ സന്തുഷ്ടമായിരിക്കുക എന്നത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന ഏറ്റവും ആകർഷകമായ ഗുണങ്ങളിൽ ഒന്നാണ്. ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളായി തന്നെ നിലകൊള്ളുന്നുവെന്നും നിങ്ങൾ നിങ്ങളല്ലാത്ത ഒരാളായി നിലകൊള്ളാൻ ശ്രമിക്കാറില്ല. ഇങ്ങനെ യഥാർത്ഥമായ ഒരു വ്യക്തിയെ കണ്ടെത്തുക വളരെ ദുർബലമായ ഒരു കാര്യമാണ്. ഈ സ്വഭാവം വളരെ ആകർഷകമായി കാണുന്നു. നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല വീക്ഷണമുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് വീക്ഷണം അവിശ്വസനീയമാം വിധം ആകർഷകമാണ്. എല്ലാ സാഹചര്യങ്ങളിലും നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരിലേക്കും നിങ്ങൾ പോകുന്നിടത്തെല്ലാം പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നവരിലേക്കും ആളുകൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം പകർച്ചവ്യാധിയാണ്. ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് വീക്ഷണമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുഞ്ചിരിയിലും നിങ്ങളുടെ മനോഭാവത്തിലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലും കാണിക്കുന്നു. പോസിറ്റിവിറ്റി എന്നാൽ നിങ്ങളെപ്പോഴും സന്തുഷ്ടനാണെന്നോ ജീവിത വെല്ലുവിളികളെ അവഗണിക്കുന്നുവെന്നോ അർത്ഥമാക്കുന്നില്ല. പകരം നിങ്ങൾ പ്രശ്നങ്ങളിൽ മുഴുകുന്നതിനു പകരം പരിഹാരങ്ങൾ കണ്ടെത്തുകയും പ്രതീക്ഷയോടെയും നന്ദിയോടെയും ജീവിതത്തെ സമീപിക്കുകയും ചെയ്യുന്നു. ഈ പോസിറ്റീവ് എനർജി കാന്തികമാണ്, മാത്രമല്ല നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുന്നു. ആളുകൾക്ക് സഹായിക്കാൻ കഴിയില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങളെ അപ്രതിരോധ്യമാക്കുന്നില്ല.
നിങ്ങൾ സ്വതന്ത്രനും പ്രവൃത്തിയുടെ ഉദ്ദേശമുള്ളവനുമാണ്. സ്വാതന്ത്ര്യവും അഭിലാഷവും നിഷേധിക്കാനാവാത്ത രണ്ട് ഗുണങ്ങളാണ്. ജീവിതത്തിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ കരിയറിലോ വ്യക്തിഗത ജീവിതത്തിലോ ഹോബികളിലോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ നിങ്ങളുടെ അഭിലാഷം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കരുത്. മുൻകൈ എടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യവും ഒരുപോലെ ആകർഷകമാണ്. നിങ്ങൾ സ്വയം പര്യാപ്തനാണ്. നിങ്ങളുടെ കഴിവുകളിൽ ആത്മവിശ്വാസമുണ്ട്. നിങ്ങളുടേതായ സുഖസൗകര്യങ്ങളുമുണ്ട്. നിങ്ങളെക്കുറിച്ച് നല്ലതായി തോന്നാൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സാധൂകരണമോ പിന്തുണയോ ആവശ്യമില്ല. നിങ്ങൾ ശക്തനും കഴിവുള്ളതും സുരക്ഷിതനുമാണെന്ന് സ്വതന്ത്രർ കാണിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിലാഷത്തിൻ്റെയും ഈ സംയോജനം നിങ്ങളെ അവിശ്വസനീയമാം വിധം ആകർഷകമാണെന്ന് ആളുകൾ കരുതുന്നു. നീ ദയയും അനുകമ്പയും ഉള്ളവനാണ്. ദയയും അനുകമ്പയും പലപ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും ആകർഷണീയതയുടെ സ്വഭാവ സവിശേഷതകളാണ്. എന്നാൽ അവ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ആകർഷകമായത് നിങ്ങളുടെ രൂപം മാത്രമല്ല, മറ്റുള്ളവരോട് നിങ്ങളെങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾ സഹാനുഭൂതിയും കരുതലും കാണിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നു. നിങ്ങൾക്ക് നല്ല ഹൃദയമുണ്ടെന്നും അവരുടെ ക്ഷേമത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവർക്കറിയാം എന്നതിനാലാണ് അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സഹാനുഭൂതി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, പങ്കിടൽ എന്നിവ കൂടിയാണ്. നിങ്ങൾ ദയയും അനുകമ്പയും ഉള്ളവരായിരിക്കുമ്പോൾ ആളുകൾക്ക് സുരക്ഷിതത്വവും നിങ്ങളുടെ സാന്നിധ്യം വിലമതിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുമായി ആഴത്തിലുള്ള തലത്തിൽ ബന്ധപ്പെടാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളെ വേറിട്ട് നിർത്തുന്നു. ശാരീരിക സൗന്ദര്യം ആരുടെയെങ്കിലും കണ്ണുകളെ ആകർഷിക്കും. എന്നാൽ നിങ്ങളുടെ ദയയും അനുകമ്പയും നിങ്ങളെ യഥാർത്ഥത്തിൽ ആകർഷകമാക്കുന്നു.